പെണ്ണുപിടിയനാണ്, തെമ്മാടിയാണ്, ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നവനാണ്, കാമപ്രാന്തനാണ്, പെണ്ണുങ്ങളെ കണ്ടാൽ കഴപ്പ് മൂക്കുന്നവനാണ്. അങ്ങനെ എന്തെല്ലാം വിശേഷണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കാൻ പറ്റും അതെല്ലാം കഴിഞ്ഞ 2-3 ദിവസമായി മാധ്യമങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ നൽകിയിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇന്നലെ ഒരു വീഡിയോ പുറത്തു വന്നു, ഒരു ഓഡിയോ പുറത്തു വന്നു. ആ ഓഡിയോ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, രാഹുലിന്റെ കുഞ്ഞിനെ ചുമന്ന ഗർഭം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് ഏത് ഗർഭമാണ്, ഏത് വയറാണ് എന്നുള്ളത്, രാഹുലിന്റെ ഗർഭം ഏത് വയറ്റിലാണ് പോയത് എന്നുള്ളത് പുറത്തു വന്നിട്ടില്ല. അത് പുറത്തു വരണ്ട. കാരണം ഒരു പെൺകുട്ടിയുടെ മാന്യത പിച്ച് ചീന്തപ്പെടുന്നത്, സമൂഹം അത് ആഘോഷിക്കപ്പെടുന്നത് ശരിയല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതുകൊണ്ടത് പിച്ച് ചീന്തപ്പെടാതിരിക്കട്ടെ, ആ പെൺകുട്ടി പുറത്തു വരണ്ട. പക്ഷേ പരാതി നൽകാമല്ലോ. രാഹുൽ ഇത്രയൊക്കെ ശാരീരികവും മാനസികവുമായി ഉപദ്രവിച്ചെങ്കിൽ എന്തുകൊണ്ട് ആ പെൺകുട്ടി പരാതി നൽകുന്നില്ല? എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാത്തത്? ചാനലുകളിൽ വന്നിരുന്ന് AI ഉപയോഗിച്ച് ശബ്ദം മാറ്റി പറയാനുള്ള ധൈര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിരെ പറയാനുള്ള ധൈര്യം എന്തുകൊണ്ടാണ്? മുഖം മറച്ചുകൊണ്ടാണെങ്കിലും പുറത്ത് വന്ന് നിന്ന് പറയാൻ ഇവർക്ക് ധൈര്യമില്ലാത്തത്? അപ്പോൾ അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ എന്താ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുകയാണോ, ന്യായീകരിച്ച് മെഴുകുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല അപ്പൂപ്പന്മാരും അമ്മാവന്മാരും ചേട്ടന്മാരും ഒക്കെ ഇതിന്റെ താഴെ കമന്റുമായി വരും. പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ, ഒരു പെണ്ണും ഒരാണും തൻ്റെ സമ്മതപ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നീട് ആ ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളൽ ഉണ്ടാകുമ്പോൾ സ്ത്രീ മാത്രം രംഗത്തെത്തിയിട്ട് എന്നെ അയാൾ പീഡിപ്പിച്ചു, എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, 1-2 തവണയാണ് എങ്കിൽ ഓക്കെ, ശരി, നമ്മളത് സമ്മതിക്കാം, 2 തവണ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു. പിന്നീട് ഇയാളെ സ്വഭാവത്തിൽ മാറ്റം വരുമ്പോൾ ഈ സ്ത്രീക്ക് അറിയില്ലേ ഇയാൾ വിവാഹം കഴിക്കില്ല, ഇയാൾക്ക് സെക്സ് മാത്രമാണ് മതി എന്നുള്ളത്? പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ മാത്രം ക്രൂശിക്കുന്നത്? ആ സ്ത്രീയെ പരിശുദ്ധയാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ മാത്രം ഇങ്ങനെ ക്രൂശിക്കേണ്ട കാര്യം എന്താണ്? പിന്നെ മറ്റൊരു കാര്യം, കോണ്ടം കൊണ്ടുവരട്ടെ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട്. ഒരാളുമായി നമ്മൾ പരിചയപ്പെടുന്നു, അയാളുമായി നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ അയാളോട് അയാൾ ഏത് രീതിയിലാണോ സംസാരിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ അയാളോട് സംസാരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അയാൾ നമ്മളോട് സംസാരിക്കുന്ന സെക്സ് എന്ന രീതിയിലാണെങ്കിൽ തിരിച്ച് നമ്മളും അയാളോട് ആ സെക്സിനെ നമ്മളും പ്രൊമോട്ട് ചെയ്യുകയാണ് എങ്കിൽ, നമ്മളും അയാൾ സംസാരിക്കുന്നതിനോട് യോജിപ്പ് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ അതല്ലേ സംസാരിക്കൂ. അങ്ങനെ അത്രയും ഡീപ്പായ ഒരു അടുപ്പം ഉണ്ടാകുമ്പോഴല്ലേ ഈ കോണ്ടത്തെ കുറിച്ചൊക്കെ ചോദിക്കാതെ. അല്ലാതെ ഇന്നലെ ഹായ് അയച്ചിട്ട് ഇന്ന് ഞാൻ കോണ്ടവും കൊണ്ട് വരട്ടെ എന്ന് ഏതെങ്കിലും ഒരുത്തൻ, തലയ്ക്ക് വെളിവുള്ള ഒരുത്തനും അങ്ങനെ ഒരു ചോദ്യം ഒരു പെൺകുട്ടിയോട് ചോദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ രണ്ടുപേരും തമ്മിൽ പൂർണ്ണമായും നല്ല അടുപ്പമുണ്ടായി. അതിനുശേഷം പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ പീഡിപ്പിച്ചു, എന്നെ ലൈംഗികമായി ഉപയോഗിച്ചു, എന്നെ ഗർഭിണിയാകാതിരിക്കാൻ മരുന്ന് കഴിപ്പിച്ചു. അങ്ങനെയാണ് എങ്കിൽ അയാൾ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ രംഗത്ത് വരാത്തത്? അയാൾ ഈ മരുന്ന് കഴിപ്പിച്ച് നിങ്ങളെ ഗർഭം ഉണ്ടാക്കുന്നതിൽ നിന്ന് തടഞ്ഞു എങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇത്രയും നാൾ താമസിച്ചത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ രംഗപ്രവേശനം ചെയ്യുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റ് തന്നെയാണ്, 100-ൽ 101% തെറ്റ് തന്നെയാണ്. കാരണം അയാൾ ലോകത്തുള്ള ഓടി നടന്ന് കോഴിപ്പണി നടത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓടി നടന്ന് സെക്സ് നടത്തുക എന്നാണ് പലരും, അയാളുടെ ഒപ്പമുള്ളവരും അയാളോടൊപ്പം നിന്നിട്ട് അയാളെ ചതിച്ചവരും വഞ്ചിച്ചവരും അടക്കം പറയുന്നത്. പക്ഷേ അതൊക്കെ ശരിയാണെങ്കിലും ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഏതെങ്കിലും സ്ത്രീകൾ ഇവിടെ ബൈറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾ ഇതുമായി പരാതിയുമായി എന്നോട് ചോദിക്കാതെ എന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്നാരെങ്കിലും പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ടോ? ബലാത്സംഗം ചെയ്യണം നിന്നെ എന്ന് ട്രാൻസ്ജെൻഡർ അവന്തികയോട് പറഞ്ഞു എന്നാണ് അവന്തിക പറയുന്നത്. ശരി, അതവിടെ നിൽക്കട്ടെ. മറ്റാരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്കാരമായി തന്നെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും രംഗത്ത് പ്രവേശനം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോ ഉഭയകക്ഷി സമ്മതപ്രകാരം രണ്ടുപേരും തമ്മിൽ ബന്ധപ്പെട്ടിട്ട് സെക്സ് ചെയ്തിട്ട് പിന്നീട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു നേതാവിന്റെ അയാളെ രാഷ്ട്രീയ ജീവിതം തന്നെ തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അയാൾ തകരേണ്ടവനാണ്, കാരണം അയാൾ സ്ത്രീകളോടുള്ള അയാളെ പെരുമാറ്റം ശരിയല്ല, അയാൾ തകരേണ്ടവൻ തന്നെയാണ്. പക്ഷേ നിങ്ങൾ പുറത്തു വന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം, നിങ്ങൾ ശരിയാണോ? നിങ്ങൾ ഇതുവരെ ചെയ്തതൊക്കെ ശരിയാണോ? നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ശരിയാണോ എന്നുകൂടി സ്ത്രീകളെ നിങ്ങൾ ആലോചിക്കുക, ചിന്തിക്കുക. ഇങ്ങനെ ഒരു ഗർഭം നിങ്ങളുടെ വയറ്റിലുണ്ടായപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട്
അപ്പോൾ നിങ്ങൾ മുഖം മറച്ച് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നിങ്ങൾ വാർത്താ ചാനലിൽ അല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ ഇതാ പറഞ്ഞില്ല, എനിക്ക് കൊച്ചുണ്ടാക്കി തന്നിട്ട് ഇപ്പോൾ പറയുകയാണ് എന്നോട് ഗർഭചിത്രം നടത്തണമെന്ന്. എനിക്കിത് നടക്കില്ല, ഞാൻ ഇയാളെ സ്നേഹിച്ചത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ഇയാളുമായി ബന്ധപ്പെട്ടത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് ഇയാളെ തന്നെ എനിക്ക് ജീവിതത്തിൽ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇയാളുടെ മുന്നിൽ തന്നെ ഞാൻ ഈ കൊച്ചിനെ പ്രസവിച്ച് വളർത്തും എന്നുള്ള ധൈര്യം എന്താ നിങ്ങൾ കാണിക്കാത്തത്? നിങ്ങളെ കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയിട്ടാണല്ലോ ഇയാൾ ഈ ലൈംഗിക ബന്ധത്തിന് ഇടയാക്കിയതെന്ന് പറയുന്നത്. രണ്ടുപേരുടെയും സമ്മതത്തോടെ നടന്ന ഒരു സംഭവം, ഒരു ലൈംഗിക ബന്ധം. പിന്നീട് ഇത് ഒരാളുടെ തലയ്ക്ക് മാത്രം കെട്ടിവെക്കുന്ന ഒരു രീതി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് സ്ത്രീകൾക്ക് കുറച്ചുകൂടി നിയമം അനുകൂലം എന്നുള്ളത് കൊണ്ട് സ്വമേധയാ ചെന്ന് വഴങ്ങിയിട്ട് പിന്നീട് പുരുഷൻ ഏതെങ്കിലും തരത്തിൽ പിന്മാറുമ്പോൾ ഇത് ലൈംഗിക പീഡനമാക്കി മാറ്റും. അതിനെ ഞങ്ങളിൽ തെളിവുകളുണ്ട്, ചാറ്റുകളുണ്ട്. രണ്ടുപേരും തമ്മിൽ നല്ല ബന്ധത്തിലിരിക്കുമ്പോൾ ഒരുപാട് സെക്സ് ചാറ്റുകൾ ഉണ്ടാകും. ഒരാൾ അയച്ചത് മാത്രമല്ല, രണ്ടുപേരും അയച്ചതും പുറത്തുവിടണം. അങ്ങനെ കയ്യിൽ വച്ചുകൊണ്ടിരിക്കുന്നവർ, ബോംബ് പൊട്ടിക്കുന്നവർ, രണ്ടുപേരുടെ സെക്സ് ചാറ്റുകൾ പുറത്തുവിടണം, രണ്ടുപേരും സംസാരിച്ച കാര്യങ്ങൾ പുറത്തുവിടണം. എങ്കിൽ മാത്രമല്ലേ അറിയാവൂ. ഈ കോണ്ടം കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുമ്പോൾ കോണ്ടം കൊണ്ടുവരണമെന്നോ വരണ്ട എന്നോ പറയുന്നത് പുറത്തുവിടണം. കോണ്ടം കൊണ്ടുവരട്ടെ എന്ന് അയാൾ ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഇതിനു മുൻപ് അയാൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങളിലെ ഇനി കോൺഗ്രസ് നേതൃത്വത്തോടാണ്. പാലക്കാട് MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു എന്ന് പറയുന്നു. എന്തിനാണ് MLA സ്ഥാനം രാജിവെച്ചു എന്ന് നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ട് എന്താ കാര്യം? എന്താണ് ഇവിടെ കാര്യം? MLA എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളാണ്. MLA എന്ന് പറയുന്നത് ആ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാൾ പെണ്ണുപിടിയനും സ്ത്രീലമ്പടനും പെണ്ണുങ്ങളെ വയറ്റിലാക്കുന്നവനും അതിനെ ഗർഭചിത്രം നടത്തുന്നവനും സ്ത്രീകളോട് മുഴുവൻ ആഭാസതരമുള്ള വർത്തമാനം പറയുന്നവനുമാണ് എന്ന് പൊതുസമൂഹം വിളിച്ചു പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ MLA സ്ഥാനം രാജിവെക്കാൻ പറയാത്തത്? മുകേഷ് MLAയോട് MLA സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞുകൊണ്ട് മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുകേഷിന്റെ വീട്ടിലേക്ക് പോവുകയും മുകേഷിന്റെ വീട്ടിന്റെ മുമ്പ് ചെന്ന് കോലം കത്തിക്കുകയും മുകേഷിന്റെ വീടിനെതിരെ കല്ലെറിയുകയൊക്കെ ചെയ്തല്ലോ. നിങ്ങൾ മഹിളാ കോൺഗ്രസ് ഇപ്പൊ എവിടെ പോയി? മഹിളാ കോൺഗ്രസിൽ ഇപ്പോ വാ അടഞ്ഞു പോയോ? ഇപ്പൊ സ്ത്രീകൾക്ക് നീതി വേണ്ടേ? ഇപ്പോ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്ക് നീതി വേണ്ടേ മഹിളാ കോൺഗ്രസെ? അതെന്താ ഇപ്പോ നിങ്ങളുടെ നീതി അങ്ങ് കാറ്റി പറന്നു പോയോ? യൂത്ത് കോൺഗ്രസിന് ഇപ്പോ നീതി വേണ്ടേ? യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകർക്ക് ഇപ്പോ ഈ മുന്നിൽ വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ സ്ത്രീകൾക്ക് നീതി വേണ്ടേ? അപ്പോ CPM-ന്റെ ഒരു MLA-യുടെ പ്രശ്നം വന്നപ്പോൾ മുകേഷ് MLA ഇപ്പോഴും രാജിവെച്ചിട്ടില്ല. അത് ശരിയാണ്. അദ്ദേഹത്തിന്റെ കേസ് കോടതിയിൽ നടക്കുകയാണ്. അത് പരാതി കൂടി പോയ ഒരു കേസാണ്. അത് കോടതിയിൽ നടക്കുകയാണ്. അവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഒരു സ്ത്രീ പരാതി കൊടുത്തിട്ട് ആ പരാതിക്ക് എന്ത് വിലയാണ് ഇവർ കൽപ്പിച്ചിട്ടുള്ളത്? ഇവർ ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. അതിന്റെ ഭാഗമായിട്ടല്ലേ മുകേഷ് MLA ഇപ്പോഴും MLA ആയി തുടരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിച്ച? രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടക്കാരനാണ്. ഈ വാക്ചാതുര്യം കൊണ്ടും അയാളുടെ ഒരു ആക്റ്റീവ്നെസ് കൊണ്ടും അയാൾ പെട്ടെന്ന് ഒരു പരിചിതമായ മുഖമായി മാറി. അയാളെ കൊണ്ട് ആളുകളെ കയ്യിലെടുക്കാൻ കഴിയുമെന്ന് മനസ്സിലായി. അങ്ങനെ പെട്ടെന്ന് തന്നെ പലരും ഉണ്ടായിട്ടും പല അനുഭവ സമ്പന്നരുണ്ടായിട്ടും അയാളെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കുന്നു, ഷാഫി പറമ്പിന്റെ പിൻഗാമിയാക്കുന്നു, ഗോഡ് ഫാദറായി ഷാഫി പറമ്പിൽ രംഗത്തെത്തുന്നു. ഇപ്പോ ഷാഫി പറമ്പിൽ തന്നെ അയാൾക്ക് പണിയെടുക്കുന്നു. അതായത് ഷാഫി പറമ്പിലിന് അടുത്ത തവണ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കണം. അതിന് ഷാഫി പറമ്പിലിന് പാലക്കാട് നിയോജക മണ്ഡലം വേണം. അതിന് രാഹുൽ മാങ്കൂട്ടത്തെ ഈ പറയുന്ന പല കേസുകളിൽ നിന്ന് മാറ്റിയാലേ രാഹുൽ മാങ്കൂട്ടത്തിന് അടുത്ത തവണ സീറ്റ് കിട്ടാതിരിക്കും. അങ്ങനെ വരുമ്പോൾ ഷാഫി ഒരു മുസ്ലിം സമുദായം കൂടിയുള്ള ആളാണ്. അങ്ങനെ സമുദായം കൂടി നോക്കുമ്പോൾ ലീഗിന്റെ കൂടി ഒരു മന്ത്രിസ്ഥാനം വേണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ മന്ത്രിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അപ്പോൾ ഷാഫിയും അബിൻ വർഗിയും ഒക്കെ കൂടെ ചേർന്ന് നടത്തിയ നാടകമാണോ ഇത് എന്നുള്ളത് അത് മറ്റൊരു ഭാഗം. എന്തായാലും അങ്ങനെയാണ് എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെയ്തികൾ ശരിയല്ല എന്ന് VD സതീശനും KC വേണുഗോപാലിനും അടക്കം തോന്നി നിങ്ങൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് മാറ്റിയെങ്കിൽ മാറ്റേണ്ടത് യൂത്ത് കോൺഗ്രസിൽ നിന്നല്ല, ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധി സ്ഥാനത്ത് നിന്നാണ്. അതിന് ധൈര്യമുണ്ടോ സതീശ?